ഇനി ഗുജറാത്തിൽ നിന്നൊരു വാർത്ത. ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യയും പിടിയിലായിരിക്കുന്നു. ജഗൃതി ഗോസ്വാമിയാണ് പിടിയിലായത്. ജഗൃതിയുടെ ആൺ സുഹൃത്ത് കാന്തിലാലിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം നീണ്ട മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതികളെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒന്നാം പ്രതി ജാഗൃതി ഗോസ്വാമി എന്ന സ്ത്രീയാണ്. അവർ സുരേന്ദ്രനഗറിലേക്ക് വിവാഹം കഴിഞ്ഞെത്തുന്നു. സുഖ്ദേവ് ഗിരി ഗോസ്വാമി എന്നയാളെയാണ് ആദ്യം വിവാഹം കഴിക്കുന്നത്. അതിൽ 2 മക്കളുമുണ്ട്. പക്ഷേ പിന്നാലെ ഇവർ തമ്മിലുള്ള ബന്ധം ഉലയുന്നു. മാത്രമല്ല ഭർത്താവിൻ്റെ മൂത്ത സഹോദരനുമായി ഇവർക്ക് പ്രണയം ഉണ്ടാവുന്നു. അങ്ങനെ മൂത്ത സഹോദരൻ ശാന്തിഗിരി ഗോസ്വാമി എന്നയാളുമായി ഇവർ പിന്നീട് അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ വിവാഹം നടക്കുന്നു. എന്നാൽ ഈ ശാന്തിഗിരി ഒരു ലോറി ഡ്രൈവറാണ്. അദ്ദേഹം പലപ്പോഴും വീട്ടിലുണ്ടാവുന്നില്ല. അവർക്കിടയിലെ ബന്ധവും പതിയെ ഉലയുകയാണ്. പിന്നാലെ മറ്റൊരാളുമായി സ്ത്രീ അടുപ്പത്തിലാവുന്നു. അയാളാണ് ഇപ്പോൾ കേസിലെ പ്രതിയായിട്ടുള്ള കാന്തിലാൽ എന്നയാൾ. ഈ ശാന്തിഗിരിയെ കാന്തിലാലിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്ത്രീ കൊലപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഈ സ്ത്രീയും കാന്തിലാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവരുടെ ഇപ്പോഴത്തെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഭർത്താവായ ശാന്തിഗിരി തർക്കമുണ്ടാക്കിയതായും ബഹളം വെച്ചതായും വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും ഒക്കെ തന്നെ വിവരമുണ്ട്. ഈ ശാന്തിഗിരിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു കൊട്ടേഷൻ നൽകിയിരുന്നു. 25,000 രൂപ കൊട്ടേഷൻ നൽകിയെങ്കിലും ആ കൊട്ടേഷൻ സംഘം ആ പണം പറ്റിച്ച് പോയതാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെയാണ് ഇവർ തന്നെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നതും. അങ്ങനെ തൻ്റെ ആൺസുഹൃത്തുമൊത്ത് ഈ കൊലപാതകം നടത്തുന്നു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒരു കനാലിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെക്കുറിച്ചൊരു വിവരവുമില്ല, ഭർത്താവിനെ കുറിച്ച് തനിക്കൊരു വിവരവുമില്ല, തന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെയാണ് നാട്ടിൽ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പോലീസ് അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിൽ ഇവർ തന്നെയാണ് കൊലയാളികൾ എന്ന് തിരിച്ചറിയുകയും 2 ദിവസം മുമ്പാണ് ഈ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദീർഘനാളായി തുടർന്ന ദുരൂഹത കൂടിയാണ് ഇപ്പോൾ നീങ്ങുന്നത് ഈ കേസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.